സർവ്വജീവരാശികളെയും കോർത്തിണക്കുന്ന ഏകതയുടെ സന്ദേശം സനാതനധർമ്മം ലോകത്തിന് കാഴ്ചവെക്കുന്നു. ആ സമദർശനത്തിൽ നിന്ന് സർവ്വജീവരാശിയോടുള്ള കാരുണ്യം ഉദിച്ച് എല്ലാം ഒരേ സത്യത്തിന്റെ ഭിന്നമുഖങ്ങളാകയാൽ ഏറ്റവും ചെറിയ ജീവിയെ പോലും ആദരിക്കാനും ആരാധനിക്കാനും നമ്മുടെ സംസ്കാരം പഠിപ്പിച്ചു. ഇതാണ് നമ്മുടെ ഇടത് കൈ വേദനിക്കുകയാണെങ്കിൽ വലത് കൈ കൊണ്ട് തലോടും. കാരണം രണ്ടും ഒന്നിൻ്റെ തന്നെ ഭാഗങ്ങളാണ്. ഒന്നിൻ്റെ സുഖവും വേദനയും മറ്റൊന്നിൻ്റെ സുഖവും വേദനയാണ്. അതിനാൽ മറ്റവരുടെ ദുഃഖം നമ്മുടെ ദുഃഖമായും അവരുടെ സന്തോഷം നമ്മുടെ സന്തോഷമായി കണ്ട് സ്നേഹിക്കാനും സേവിക്കാനും സനാതനധർമ്മം നമ്മെ പഠിപ്പിക്കുന്നു. മാറ്റമില്ലാത്ത സത്യങ്ങളിൽ അടിയുറച്ചതാണ് സനാതനധർമ്മം. എങ്കിലും കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയും സ്വയം നവീകരിക്കുകയും വേണം. എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന വിശാലതയും സനാതനധർമ്മത്തിന്റെ മുഖമുദ്രയാണ്. സംസ്കാരം കൊണ്ടും പക്വത കൊണ്ടും വ്യത്യസ്ത തലങ്ങളിൽപ്പെട്ടവരെ അവരവരുടെ തലത്തിൽ നിന്ന് ഉദ്ധരിക്കുക എന്നതാണ് സനാതനധർമ്മത്തിന്റെ രീതി. അതിനാൽ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിൽപ്പെട്ടവർക്കും വേണ്ടിയുള്ള ആശയങ്ങളും ആദർശങ്ങളും ആചാരങ്ങളും ഈ സംസ്കാരത്തിൽ നിലവിൽ വന്നു. യുക്തിപരമായി ചിന്തിച്ചാൽ അവ ഓരോന്നിലും പ്രായോഗികതയുണ്ട്. അങ്ങനെ ഇവിടെ അനേക സാധനാമാർഗങ്ങൾ വികസിച്ചു. ഇപ്പം യുക്തിപരമായി ചിന്തിച്ചാൽ കള്ളം പറഞ്ഞാൽ കണ്ണു പൊട്ടും, കള്ളം പറഞ്ഞാൽ മൂക്ക് കണ്ടുവരും. കൊച്ചിത് കേട്ടിട്ട് പേടിച്ചിട്ട് കള്ളം പറയില്ല. പക്ഷെ അത് ബുദ്ധിപരമായി ചിന്തിക്കുമ്പോൾ ആ വാക്ക് ശരിയല്ല. പക്ഷെ പ്രായോഗികമായി കൊച്ചിന് ഇപ്പോഴത്തെ മനസ്സിൽ കുട്ടിക്ക് ഈ രീതി പറഞ്ഞാലേ കുട്ടി ചെയ്യാതിരിക്കുള്ളൂ. 10ഉം 5ഉം കണക്കൂട്ടാൻ പറഞ്ഞാൽ 10ഉം 5ഉം എത്രയാ കൊച്ചിന് വെല്ലയുടെ എണ്ണോ? ഇപ്പം അതല്ല കാൽക്കുലേറ്റ് എടുത്ത് കൂട്ടും. ഇപ്പോഴത്തെ ബുദ്ധിപരമായിട്ട് കാൽക്കുലേറ്റ് എടുത്ത് നിങ്ങൾ നോക്കിയാൽ പോരെ, കൈകൊണ്ട് തന്നെയാണോ എന്ന് ചോദിക്കുന്നവരാണ്. അതുപോലെ നമ്മൾ യുക്തി കൊണ്ട് ഓരോന്ന് വ്യാഖ്യാനിക്കാം. 2ാം ക്ലാസ് കുട്ടികളെ 3ാം ക്ലാസ് പഠിപ്പിക്കുമ്പോൾ സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു കുട്ടികളെ പഠിപ്പിക്കുന്നു. അത് 6ാം ക്ലാസ് വരുമ്പോൾ സൂര്യൻ ഉദിക്കുന്നില്ല അസ്തമിക്കുന്നില്ല എന്ന് പഠിപ്പിക്കുന്നു. ചെറുപ്പത്തിൽ തത്താമൈന നമ്മൾ പടം തന്നിട്ട് ഇത് തത്താമൈന, പടം ഒരിക്കലും തത്തമൈന അല്ലല്ലോ. മനസ്സിലാക്കാൻ വേണ്ടി ഈ പടം ഇട്ട് ഇങ്ങനെ പഠിപ്പിച്ചാലാണ്. വലുതാവുമ്പോൾ അറിയാം കുട്ടിക്ക് ഇതല്ല തത്ത മറ്റേതാണ്. പക്ഷെ പഠിച്ചെവിടുന്നാണ്? അപ്പൊ അവൻ്റെ ഓരോ തലം നോക്കി പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ പല രീതികൾ വന്നിരിക്കുന്നത്. പിന്നെ പിന്നെ മനസ്സിലായി കഴിയും. ആണ് ക്ഷേത്രത്തിൽ ജനിക്കാൻ ക്ഷേത്രത്തിൽ മരിക്കരുതെന്ന് പറയുന്നത്. കയറാൻ ഷെയർ കേസ് വേണം. ചെന്നെത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ഒരേ വസ്തു എന്നാണ്. മെറ്റല്, ചരല്, സിമെന്റ് ആണ് വച്ചിരിക്കുന്നത് അറിഞ്ഞു. മറ്റുള്ളവർക്ക് കയറി വരണ്ടേ? പിന്നെ ഈശ്വരനേ ഉള്ളൂ എല്ലാം. അതാണ് സനാതനം പറയുന്നത്.